എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ബീഫ് വരട്ടിയതിൻ്റെ അതേ രുചിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സോയ ചങ്ക്സ് വരട്ടിയതിൻ്റെ റെസിപ്പി കാണാം. അതിനായിട്ട് 2 കപ്പ് സോയ ചങ്ക്സ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ഇനി വാഷ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സോയ ചങ്ക്സ് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാനിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിടാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മൂടി വയ്ക്കാം ഒരു 5 മിനിറ്റ് നേരത്തേക്ക്. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞു. സോയ ചങ്ക്സ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ചൂട് നന്നായിട്ട് മാറിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളയാം. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഒരു ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 7 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാള, ഇഞ്ചി, പച്ചമുളകും ഒക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് മല്ലിപ്പൊടി ചേർക്കണം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ചേർത്തിരിക്കുന്ന എല്ലാ പൊടികളും എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. 1 ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളകും 1 ടീസ്പൂൺ പെരിഞ്ജീരകവും മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തതാണിത്. ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസാണ്. സോസിന് പകരമായിട്ട് ഒരു തക്കാളി ചേർത്താലും മതി. തക്കാളിനേലും കുറച്ചുകൂടെ ടേസ്റ്റ് സോസിനാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ആ ചേർത്ത വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെള്ളമൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിരുന്ന സോയ ചങ്ക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കണം. ഇതിപ്പോൾ ഞാൻ വരട്ടി തുടങ്ങിയിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സോയ ചങ്ക്സ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ സോയ ചങ്ക്സിന് ഉണ്ടാകുന്ന പച്ചച്ചൊവയൊന്നും ഇതിനില്ല. നല്ല ബീഫ് വരട്ടിയതിൻ്റെ അതേ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.